ആ പറമ്പിൽ കൂടി ഇങ്ങനെ ആന ഓടുമായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ അവിടെ ഒരു വഴിയുണ്ട്, അതിൽ ഇങ്ങനെ കയറി വന്നിട്ട് അവരിവിടെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നോ ഇതിലെ ഈ സ്റ്റെപ്പ് കൂടി അങ്ങോട്ട് കയറാനെത്തി. അപ്പോഴത്തേക്കും ഇവിടെ ഒരു സഞ്ജു ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ എൻ്റെ ഏട്ടനോട് ചോദിച്ചു ഈ താക്കോൽ എന്താക്കുമെന്നു. അപ്പോഴത്തേക്കും എൻ്റെ ഏട്ടൻ താക്കോൽ എടുത്തിട്ട് അങ്ങോട്ട് എറിഞ്ഞു കൊടുത്ത അപ്പോഴത്തേക്ക് അത് അപ്പം ഞാൻ ഓടിപ്പോയി അത് എടുത്തു കൊടുത്തു. അപ്പോഴത്തേക്കും ആ ചേട്ടൻ അത് അവിടെ ഇട്ടിട്ട് കയറി. അപ്പോഴത്തേക്കും ആന സ്റ്റെപ്പിൻ്റെ അവിടെ എത്തി, ഏറ്റവും ലാസ്റ്റ് എത്തി. ഞാൻ നോക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആന. അപ്പോൾ ഞങ്ങളോട് ആ ചേട്ടൻ ചാടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഓടി വീട്ടിൽ കയറിക്കോളാൻ. അപ്പോൾ ഞങ്ങൾ കയറി. എന്നിട്ട് ആ ഒരു ചേട്ടൻ അങ്ങോട്ട് ഓടി. അപ്പോഴാണ് ആന അവിടെ നിന്ന് ആക്രമിച്ചത്. ഞാൻ ആ പറമ്പിൽ കൂടെ ആന ഓടിപ്പോയിരുന്നു. അപ്പോൾ ഞങ്ങൾ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും തിരിച്ചോടാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് 2 ചേട്ടന്മാർ ഇങ്ങോട്ട് കയറി വന്നു. അപ്പോൾ ആന സ്പീഡിൽ പുറകെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഗേറ്റ് പൂട്ടിയേക്കായിരുന്നു. അപ്പോൾ ഞങ്ങൾ വേഗം താക്കോലെടുത്ത് തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും നടന്നില്ല. എന്നാലും അപ്പോഴത്തേക്കും ആന താഴെ എത്തി. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, നിങ്ങൾ വേഗം ഓടി പൊക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ താക്കോലിട്ടിട്ട് ഞങ്ങൾ വേഗം ഓടി അകത്ത് കയറി. ആ ചേട്ടൻ ഒരു ചേട്ടൻ ഗേറ്റ് ചാടിക്കിടന്ന് അങ്ങോട്ടേക്ക് പോയി. മറ്റേ ചേട്ടൻ ഗേറ്റ് ചാടിക്കിടന്നപ്പോൾ അവിടെ വീണു. അവിടെ നിന്നാണ് ആന ആക്രമിച്ചത്. പേടിച്ചു. ആന വന്നപ്പോൾ ഒക്കെ പേടിച്ചായിരുന്നു. സാധാരണ അങ്ങനെ ഇങ്ങോട്ട് വീട്ടിലേക്കൊന്നും വന്നിട്ടില്ല, റോട്ടിൽ കൂടെ ഒക്കെ പോകാറുണ്ട്.